ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്, അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അതിൽ രണ്ടുപേരുടെ പേരുകൾ പ്രത്യേകമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് വിജയകുമാറിൻ്റെതും കെ പി ശങ്കരദാസിൻ്റെതുമാണ്. വൻ സ്രാവുകൾ ഇനിയുമുണ്ട്, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നതിലുള്ള അതൃപ്തിയാണോ, അന്വേഷണ സംഘത്തിനുള്ള മുന്നറിയിപ്പായാണോ ഇതിനെ കാണേണ്ടത്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ഇത് അതൃപ്തിയാണ്, മുന്നറിയിപ്പല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഈ SIT-യോടുള്ള അതൃപ്തിയാണ്. ഗവൺമെന്റ് വളരെ ബോധപൂർവമായിട്ട് SIT-യെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ആ നിയന്ത്രണത്തിൽ SIT നിൽക്കാൻ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് അതിന്റെ കൂടെയുണ്ട്. പക്ഷേ ഇത് ഹൈക്കോടതിയുടെ അതൃപ്തിയാണ്. കാരണം സ്വർണ്ണക്കൊള്ളയെ എന്തിനാണ് ഈ ഗവൺമെന്റ് അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ ഈ സർക്കാരിന് കഴിയാത്തത്? ഒരു പാട്ടിന്റെ പേരിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുടെ പേരിലുള്ള ഒരു പാട്ടിന്റെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന പോലീസുകാർക്ക്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒന്നും ഈ സ്വർണ്ണക്കൊള്ളയെ, അതിലെ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ, കൂടുതൽ പ്രതികളെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്? ഇത് വളരെ കൃത്യമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാർക്ക് ഇതിൽ ബന്ധമുണ്ട്, ഈ ഗവൺമെന്റിലെ ഉന്നതന്മാർക്ക് ഇതിൽ ബന്ധമുണ്ട്, സ്വർണത്തോട് താല്പര്യമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്, എന്റെ പാർട്ടി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് SIT എന്ന് പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചതാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ശമ്പളം കൊടുക്കുന്നവരോട് വിധേയത്വം സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഈ കേസ് ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, ഇത് CBI അന്വേഷിക്കണം. അതെ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നേരത്തെ ഇതിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പത്മകുമാർ വരെയാണ് അതിന്റെ അന്വേഷണം എത്തി നിന്നത്. ഇത് ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു, ഇതിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം BJP ഒക്കെ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ കൊള്ളയുടെ മാനങ്ങൾ വളരെ വലുതാണ്, ഇതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്നതടക്കം സംശയിക്കുന്ന ഘട്ടമുണ്ട്. അതിനിടയിൽ EDയുടെ കൂടി അന്വേഷണം വരുന്നു എന്നതൊരു പുതിയ കാര്യമാണ്. EDയുടെ അന്വേഷണത്തെ പ്രതീക്ഷയോടുകൂടി തന്നെ BJP നേതൃത്വം കാണുന്നുണ്ടോ, ബി ഗോപാലകൃഷ്ണൻ? EDയുടെ അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട്. ചില പ്രത്യേക ആംഗിളിൽ മാത്രമാണ് EDയുടെ അന്വേഷണം പോവുകയുള്ളൂ. കട്ടതാരാണ് എന്ന് EDക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ED അന്വേഷിക്കുന്നത് അതിന്റെ സാമ്പത്തിക ക്രമക്കേടുകളാണ്. അതുകൊണ്ട് തന്നെ കട്ടതാരാണ് എന്ന് അന്വേഷിക്കേണ്ടതാരാ? കട്ടതാരാണ് എന്ന് അന്വേഷിക്കേണ്ടത് കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട ഒന്നെങ്കിൽ പോലീസ്, അതല്ലെങ്കിൽ CBI, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വേറെ ഏതെങ്കിലും ഒരു ഏജൻസി. ഇവിടെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏജൻസിയാണ് കട്ടതാരാണ്, ഈ കട്ട മുതലുകൾ എവിടെയാണ്, ഈ കട്ട മുതലുകളിൽ നിന്ന് ഊറ്റിയെടുത്ത, അല്ലെങ്കിൽ മുതലുകളിൽ നിന്ന് ഊറ്റിയെടുത്ത സ്വർണം അത് ആരുടെ പക്കലാണ്, അത് ആരാണ് കൊണ്ടുപോയത്? ഇത്തരം കാര്യങ്ങൾ EDക്ക് മുഴുവൻ അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കേണ്ട ചുമതല, ബാധ്യത SITക്കാണ്. ആ SIT ആണ് ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ, ഗവൺമെന്റിന്റെ ആ കയ്യുടെ ഉള്ളിൽപ്പെട്ട് ഇങ്ങനെ എങ്ങോട്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നത്. ഇങ്ങനെ പത്മകുമാറിൽ അവസാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാതെ നിൽക്കുന്നതിന്റെ കാരണം ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് SITയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ SITയിലുള്ളവരും SITയെ നിയന്ത്രിക്കുന്നവരും ഈ ഗവൺമെന്റുമായി ബന്ധമുള്ളവരായതുകൊണ്ട് ഈ ഗവൺമെന്റിലുള്ള ആളുകൾക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇതിൽ ബന്ധമുണ്ട്. സ്വർണം ഊറ്റിയെടുത്തതിൽ ഇവർക്ക് ബന്ധമുണ്ട്. സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണം അടിച്ചു മാറ്റിയതിലും സ്വർണം അടിച്ചു മാറ്റിയതിലുമെല്ലാം ഇവർക്ക് ബന്ധമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടക്കം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തെ പറ്റി ഇപ്പോൾ ഹൈക്കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അയാൾക്ക് ഉറക്കമില്ല എന്നാ. ഉറക്കം ഉണ്ടാവില്ല, കട്ടവന് ഉറക്കം ഉണ്ടാവില്ല. കടകംപള്ളി സുരേന്ദ്രന് ഉറക്കമില്ലാത്തത് സ്വർണം കട്ടതിന്റെ പേരില്ല, യാതൊരു സംശയമില്ല. അപ്പം ഇവർക്കൊക്കെ ഉറക്കമില്ലാതായ പോരല്ലോ, കാര്യങ്ങൾ കണ്ടെത്തുകയും കൂടി വേണ്ടേ? അപ്പൊ കാര്യങ്ങൾ കണ്ടെത്താൻ സ്വാഭാവികമായിട്ടും ഇന്ന് ഇപ്പോൾ SIT നിന്നിടത്ത് നിന്ന് നീന്തുക.
അത് പറ്റൂല. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, BJP നേതാവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി ചില സംശയങ്ങൾ, അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നു എന്ന സംശയം കോടതി പ്രകടിപ്പിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിന്റെയും KP ശങ്കരദാസിന്റെയും പേര് പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശമുണ്ടാവുന്നത്. വിവേചനത്തോടുകൂടിയുള്ള അന്വേഷണം ഇതിലുണ്ടാകരുത് എന്ന നിലപാട് കോടതി സ്വീകരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.